ഇങ്ങോട്ട് പൊളിക്കുക, ഇങ്ങോട്ട് എടുക്കുക, ഒന്നും നോക്കാനില്ല. കുറച്ച് മുന്നേ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ഫിംഗർ ലെമൺ. എന്നേ ആഹാ, അതൊരു വെറൈറ്റി തന്നെയാണ് അല്ലേ? പെപ്പറും വെറിഗേറ്റഡ് ആയിട്ട് വരുന്ന പറയണത്. ഇവിടെ കായ്ച്ചിട്ടില്ല, തൈകളുണ്ട് ഇവിടെ. ഒരു കാട്ടിമൂണും ഒരു നാംഡോക്കും. നാംഡോക്ക് ഗ്രീന് അല്ലേ? ഒരു കാട്ടിമൂണും അത്ര തന്നെ. അതിൽ അബിയുണ്ട് അബി ആയിക്കോട്ടെ. അല്ല ബുഷ് ഓറഞ്ച് ഉണ്ട്. അബിയുണ്ട്, ബുഷ് ഓറഞ്ച് ഉണ്ട്. അമ്പായുണ്ട്. ഓനക്ക് അമ്പായം ഉണ്ട്. ഓൻ 11 ഐറ്റം അല്ലേ? അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് 2 പേർക്കുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഇനം തൈകളാട്ടോ. അപ്പം ഇന്ന് നമ്മളുള്ളത് മലപ്പുറം റഷീദ് ഖാൻ്റെ ഫാമിലാട്ടോ. അപ്പോൾ ഒരുപാട് എക്സോട്ടിക് ഫ്രൂട്ട്സുകളുണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുക മാവൊക്കെ പൂത്തിക്കുണ്ട്. ഇത് നാംഡോക്ക് മൈ അല്ലേ? നാംഡോക്ക് അല്ലേ പൂത്തിക്കണ്. സാജനെ ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ തൈകളൊക്കെ? അതുപോലെ നമ്മളെ സുഹൃത്താണ് അസന്. ഇഷ്ടപ്പെട്ടില്ല അസ? അടിപൊളിയാണ് അല്ലേ? ഇപ്പം നമ്മൾ സാധനമൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. ഇക്ക ഇപ്പോൾ കുറേ ആളുകൾ ഫസ്റ്റായിട്ട് തൈകൾ വാങ്ങാൻ വരുന്നു വീടൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു 10 ഐറ്റങ്ങൾ ഏതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുക? ഏതൊക്കെ വെറൈറ്റി? നാംഡോക്ക്, ഗ്രീന്, കാട്ടിമോണ്, മിൽക്ക് ഫ്രൂട്ട് പറ്റും. പിന്നെ വിയറ്റ്നാം മാൾട്ട പറ്റും. റംബുട്ടാൻ പറ്റും. വിയറ്റ്നാം ജാക്ക്, തായ്പിങ്ക് പേരുണ്ട്. അബിയു, ബുഷ് ഓറഞ്ച്, അതുപോലെ സീതമ്പായം, ജബോട്ടിക്കാവ അല്ലേ? പിന്നെ അതുപോലെ നമ്മൾ അതിൽ ഇത് വരുന്നുണ്ട്, ഒരു ബനാന സപ്പോട്ട അല്ലേ? അയക്കല്ലേ? ബനാന സപ്പോട്ട വേണം. ബനാന കൊടുത്തു തരുന്നുണ്ട്. കായ്ച്ചത് അല്ല കിങ് ജംബോ വലിയ സപ്പോർട്ട്. പിന്നെ നമ്മള് ഈ അഭിയല്ലേ ഈ കായ്ച്ചത് ഇതന്നെയല്ലേ? നമ്മള് തയ്യല്ലേ? അല്ല ഇവിടെ നമ്മളെ കമ്പനി ഫാമിലുണ്ടാക്കിയ തൈയാണ് ഇപ്പൊ ഇതൊക്കെ അല്ലേ? അതിപ്പോ നമ്മളെ ഉണ്ട് ഇഷ്ടംപോലെ അല്ലേ? ഇപ്പൊ ഇത്രയും തൈകള് നമ്മള് ഫസ്റ്റ് ആയിട്ട് വെക്കുന്ന ആളുകള് വാങ്ങേണ്ട തൈകളല്ലേ? എന്താ നമ്മള് സ്പെഷ്യൽ എത്തിയിട്ടുള്ളത്? സ്പെഷ്യൽ ഒന്നല്ല, നിങ്ങള് സ്പെഷ്യലായിട്ട് കാണേക്കാരം. കുറച്ച് മുന്നേ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ഫിംഗർ ലെമൺ. എന്നേ ആഹാ, അതൊരു വെറൈറ്റി തന്നെയാണ് അല്ലേ? അത് ഏത് നാട്ടിൽ തന്നാ? ഇത് ഓസ്ട്രേലിയ തോന്നുന്നുണ്ട്. എന്നേ ഇഷ്ടംപോലെ കായുണ്ടോ? മുകളിലൊക്കെ കായുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? അതിപ്പോ നമ്മളടുത്ത് ഇവിടെ ഫാമിലി സ്റ്റോക്ക് തൈകളുണ്ട്. ഇവിടെ തൈകളുണ്ടോ? അതിപ്പോ എങ്ങനെ റേറ്റ് വരുന്നത് ഇതിന്റെ തൈകൾക്ക്? 350 രൂപ അല്ലേ? ഇനിയിപ്പോ നമ്മളടുത്ത് വലിയ മരങ്ങളുണ്ട് ഇവിടെ. അതിന് നമ്മൾ വലിയ മരങ്ങളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. അതിന് നമ്മൾ തൈ ഉണ്ടാക്കുന്നുണ്ട്. തൈ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ 100 രൂപ കൊടുക്കും. അല്ല റഷീദ് കാ, ഞാൻ അതുപോലെ സാധനം ശ്രദ്ധിക്കണം. ഇതിപ്പോ എന്താ സംഗതി? വെരിക്കേറ്റഡ് പെപ്പർ. ഇതിപ്പോ കുറെ മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടോ? ഇതിന്റെ തൈകളൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ ഗാർഡനിൽ അതുപോലെ വീട് മുറ്റത്തൊക്കെ വെക്കാം. പെപ്പറും വെറിഗേറ്റഡ് ആയിട്ട് വരുന്ന പറയണത്. ഇവിടെ കായ്ച്ചിട്ടില്ല, തൈകളുണ്ട് ഇവിടെ. അതെങ്ങനെ വരുന്നതിന്റെ തൈ? 150 രൂപ. കാണാൻ ഭംഗിയല്ലേ? എന്താന്ന് മനസ്സിലായാ? നമുക്ക് മനസ്സിലായാ? ഇതാണ് അത്തിപ്പഴം. ഇതിങ്ങനെ ഇങ്ങനെ പൊളിക്കണ കിട്ടണില്ലേ? പൊളിക്കുക, ഇങ്ങോട്ട് കിട്ടുക, ഇങ്ങോട്ട് പൊളിക്കുക, ഇങ്ങോട്ട് എടുക്കുക, ഒന്നും നോക്കാനില്ല. ഓവർ മാത്രം ഇല്ല കേട്ടോ റഷീദ് കാ. ആയിട്ടില്ല, വാടിപ്പഴുത്താ. എന്നാലും നല്ല അടിപൊളി സാധന. റഷീദ് കാ, ഇതിപ്പോ ഏത് ഇനാണ് ഈ അത്തികൾ? എൻ്റെ അടുത്തൊരു 8-10 വെറൈറ്റി ഉണ്ട്. അറേബ്യൻ വെറൈറ്റികളുണ്ട്, അഫ്ഗാന്, പിന്നെ ഈജിപ്തിൽ നിന്ന് വന്നത്, പിന്നെ ദുബായിൽ നിന്ന് വന്നത്, ഇന്തോനേഷ്യ വന്നത്, പല വെറൈറ്റികളുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് കായ്ച്ചിട്ടുണ്ട് അല്ലേ? എല്ലാം കായ്ക്കുന്നുണ്ട്. ഇത് വെറൈറ്റിയാ? ഇത് അഫ്ഗാന്റെ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട്. ഇതിപ്പോ നമ്മളെ കാലാവസ്ഥയിൽ നന്നായിട്ട് എല്ലാം കായ്ക്കും അല്ലേ? അതിപ്പോ മഴമറിന്റെ പ്രശ്നം മഴ കൊള്ളാൻ പറ്റില്ല. മഴ കൂടുതൽ കൊണ്ടുകഴിഞ്ഞാൽ അതിന്റെ ഇലകൾക്കൊക്കെ ഇത് വരും അല്ലേ? അപ്പോ പിന്നെ ചെറിയ പോട്ടിൽ ചെയ്താൽ മതി. ഒരു 14 പോട്ടിൽ ചെയ്താൽ മതി. കുറച്ച് വെയിറ്റ്ലെസ് ആക്കിയിട്ട് ചെയ്താല് വീട്ടുകാർക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റുന്ന കണ്ടീഷനിൽ മഴക്കാലം ആകുമ്പോൾ കാർ ഷെഡ് കൊണ്ടൊന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പൊ ആ പ്രശ്നം വരില്ല. ഇഷ്ടംപോലെ കായ്ക്കും. ഇഷ്ടംപോലെ കായ പഴുത്തായിട്ടുണ്ട്. ആ പാകം ആവണുള്ളൂ അല്ലേ? ആവണുള്ളത്. ഈ ഒരു കായ ആയി വരുന്നുള്ളൂ അല്ലേ? ഇതിപ്പോ തൈകളൊക്കെ നമുക്ക് എന്താ റേറ്റ് ഉണ്ട്? തൈകൾ ഇവിടെ 150 ഉണ്ട്. പിന്നെ അറേബ്യൻ വെറൈറ്റികളൊക്കെ 300, 350 പല വെറൈറ്റികളും ഉണ്ട്. 200 രൂപന്റെ
ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ. ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ആ ആ മതി.